അടിപൊളി സിനിമ. വളരെ ശക്തമായിരുന്ന തിരക്കഥയും ഞാൻ കുറേ കാലം കൂടി കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഒരു 4-5 കൊല്ലത്തിനിടയിൽ ഇറങ്ങിയ ഏറ്റവും നല്ലതെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഒരു പഴുതില്ലാത്ത ഒരു തിരക്കഥയാണ്. അവസാന നിമിഷം വരെയും സസ്പെൻസ് സൂക്ഷിക്കുന്ന സിനിമയാണ്. ഇല്ല, ഒരു കേസ് സ്റ്റോറിയാണ്. അത് നമുക്ക് ഒരു പിടിയും തരില്ല. ഈ അവസാനം സിനിമയുടെ ഒരു അവസാനത്തെ 10 മിനിറ്റിൽ മാത്രമേ അതിൻ്റെ ഒരു ഇത് റിവീൽ ചെയ്യുള്ളൂ. കിളിയൊന്നുമല്ല, നമ്മൾ അതിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കും. അത്ര നല്ല ഫിലിമാണ്. കൊള്ളാം, സസ്പെൻസ് ത്രില്ലറാണ്. കൊള്ളാം, നല്ലോണം എടുത്തിട്ടുണ്ട്. കൊള്ളായിരുന്നു, നല്ല ബിജുവിനെ നല്ലോണം ചെയ്തിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു, സൂപ്പർ മൂവിയായിരുന്നു. നല്ലതായിട്ട് എൻജോയ് ചെയ്തു. നല്ല ക്രൈം ത്രില്ലറായിരുന്നു. അടിപൊളി, സൂപ്പർ. നല്ല സിനിമയാണ്, നല്ല സിനിമ. കൊള്ളാം, എല്ലാം നല്ല മേക്കിംഗ് ഒക്കെയാണ്. കിടിലൻ പടമാണ്. രണ്ടുപേരും ഈക്വലി നല്ല ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും പോർത്തൊഴിൽ കണ്ടു കിട്ടിയ പോലത്തെ ഒരു കിട്ടില്ല. നായികമാർക്ക് വലിയ റോളില്ല. മിക്കവാറും ഈ ബിജു മേനോനും ആസിഫ് അലിയും തന്നെ വന്നാല്. പടം നൈസാണ്. ആക്ച്വലി ഞാനാണെങ്കിൽ എന്താ പറയാ, ജിസ്റ്റോയ്ക്ക് കൂടുതലും ഫീൽ ഗുഡ് പടങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റൂ എന്നാണ് ഞാൻ ചിന്തിച്ചത്. കാരണം പുള്ളിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം വിജയ് സൂപ്പറും പൗർണമിയും പിന്നെ സൺഡേ ഹോളിഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു പടം പുള്ളി എങ്ങനെ ചെയ്യും എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ പടം വളരെ നൈസ് പടമെന്ന് വെച്ചാൽ വളരെ നൈസ് പടം. പടത്തിൻ്റെ മേക്കിംഗ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും എല്ലാം നന്നായിട്ടുണ്ട്. പടത്തിൻ്റെ ഒരു എന്താ പറയുക, ഓരോ മൊമെൻറ്റും നമുക്ക് എന്താ പറയുക നല്ല എൻഗേജിങ് ആണ് ആ പടം. അതായത് നമുക്ക് ബോറോ ലാഗോ ഒന്നുമില്ല, കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം തന്നെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. പിന്നെന്താ പറയുക, ആസിഫ് അലിക്ക് ഒരു തിരിച്ചുവരവാണ്. അതുപോലെ ബിജു മേനോനും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ അതൊരു എന്താ പറയുക നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ പടമാണത്. നൈസാണ് പടം. കൊള്ളാം, നല്ലൊരു സിനിമയാണ്. നമുക്ക് എൻഗേജ് ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പടം തുടങ്ങി ആദ്യത്തെ ഒരു സംഭവം കാണിക്കുമ്പോൾ തന്നെ നമ്മളെ പടത്തിൽ ശ്രദ്ധിച്ച് ഇനി എന്താണ് എന്നൊരു ഇതിൽ നമ്മൾ പടം പിടിച്ചിരുത്തുന്നുണ്ട്. ഓൾമോസ്റ്റ് നല്ലൊരു സിനിമയായിരുന്നു. ഞാൻ പ്രതീക്ഷയില്ലാതെ പോയി കണ്ടത്. പക്ഷേ എനിക്ക് പടം നല്ല ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും ആ ക്ലൈമാക്സും ആ ഒരു കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു. ആസിഫ് അലി ബിജു മേനോൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല പടം തന്നെയായിരുന്നു. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ആ സിനിമ തീരെ നിർത്താൻ തീം സോങ് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് തീരെ നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. ആ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ല ഇതുണ്ടായിരുന്നു. തലവൻ ആക്ച്വലി എന്താണ് ജിസ്റ്റോയ് സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്ഥിരമുള്ള ഫീൽ ഗുഡ് ജോണറിൽ നിന്ന് കംപ്ലീറ്റ്ലി എക്സ്പീരിമെൻ്റ് ആയിട്ടുള്ള ഫിലിമാണ്. ഈ ഇൻവെസ്റ്റിഗേഷൻ സിനിമയൊക്കെ എഴുതുമ്പോൾ സാധാരണ അത് ഒന്നെങ്കിൽ മേക്കിംഗ് അല്ലെങ്കിൽ എക്സിക്യൂഷനിൽ എവിടെയും സാധാരണ ഒരു മിസ്റ്റേക്ക് പറ്റാറുണ്ട്. കാരണം അവരുടെ മിസ്റ്റേക്ക് ഉണ്ടല്ലോ, അത് ചെയ്ത് വരുമ്പോൾ അങ്ങനെയാണ്. പക്ഷേ ഈ ഫിലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത് കംപ്ലീറ്റ്ലി എല്ലാം ഒരു കറക്റ്റ് ബാലൻസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലോജിക്കലിയും എല്ലാ രീതിയിലും ഈ പടം കറക്റ്റ് വർക്കൗട്ട് ആവും. ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് ഈ പടത്തിൽ ലാഗ് എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. ആസിഫ് അലിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി നല്ലൊരു പെർഫോമറാണ്. പുള്ളി ഇപ്പോൾ എടുക്കുന്ന സ്ക്രിപ്റ്റുകളും ഈ പുള്ളി ഇപ്പോൾ ഒരു ആക്ടർ നിലയിൽ പുള്ളി എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതേപോലെ ചെയ്ത് പുള്ളിയുടെ ഒരു ആർട്സ് നിലയിൽ ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ അത് പുള്ളിക്ക് ഒരുപാട് ബെനിഫിഷ്യൽ ആവും. ഇതിൻ്റെ മ്യൂസിക് ആണെങ്കിലും എല്ലാ രീതിയിലും ത്രൂ ഔട്ട് ഈ പടം ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. അപ്പം ഈ സിനിമയ്ക്ക് എടുത്ത ഇവരെപ്പെടുക ബിജു ചേട്ടനാണെങ്കിലും കാക്കി കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ടാണ് വരാറ്. ഇവിടെയും അദ്ദേഹം പതിവ് തെറ്റിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ഒരു പടങ്ങളുടെ സാധാരണ റെഫറൻസോ ഇല്ലാതെ എന്നാൽ പക്ക ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ട് വന്നിട്ടുണ്ട്. ഇതിലെല്ലാ ആർട്ടിസ്റ്റുകളും കറക്റ്റായിട്ട് പെർഫോം ചെയ്തു. കാരണം ഒരാളും നമുക്കൊരു ഓവറായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഈ സിനിമയിൽ നമ്മൾ സിനിമ കാണുമ്പം ഒരു കഥ നമ്മൾ ഫസ്റ്റ് ഹാഫ് നമ്മൾ സാധാരണ ആര് കാണുമ്പോൾ നമുക്ക് ഒരു മൈൻഡിൽ വരും, ഇങ്ങനെ ആയിരിക്കും പ്രഡിക്ഷൻ വയ്ക്കുമല്ലോ. അതിനെ കംപ്ലീറ്റ്ലി മാറ്റി നമ്മൾ ഓക്കെ ഇതല്ലല്ലോ ആ ഒരു തരത്തിൽ നമ്മൾ കംപ്ലീറ്റ്ലി വ്യത്യാസമാണ് ഈ സിനിമ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത്. ബിജിഎമ്മും പടത്തെ വല്ലാണ്ട് അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടും തിയേറ്ററിൽ എല്ലാവരും പോയി കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത്.